അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ചർച്ചകളെല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരിക്കൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഹ്റമു ഇബ്നു ആദം സന്തതികൾക്ക് പ്രായമാകും, അവർക്ക് വാർദ്ധക്യം പിടിപെടും. പക്ഷേ വതശിബ്ബു മിൻഹു ഇസ്നതാനി, അവനിൽ നിന്നും രണ്ട് കാര്യങ്ങൾ വാർദ്ധക്യത്തിലും യൗവനത്തിലായിരിക്കും. യുവാവായിട്ട് പ്രായമാകാതെ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും. ഏതൊക്കെയാണ്? അൽ ഹിർസു അലൽ മാലി വൽ ഹിർസു അലൽ ഉമുരി. ഒന്ന് സമ്പത്തിനോടുള്ള ആഗ്രഹവും മറ്റൊന്ന് ആയുസ്സിനോടുള്ള ആഗ്രഹവും അത്യാഗ്രഹവും. ഒരാൾക്ക് 80 വയസ്സായാലും ഇനിയും ഒരുപാട് സമ്പത്ത് വേണം, ഇനിയും ഒരുപാട് കാലം ജീവിക്കണം എന്ന ചിന്തകൾക്ക് വാർദ്ധക്യം ബാധിക്കില്ല. അത് 24 വയസ്സുള്ള 25 വയസ്സുള്ള അല്ലെങ്കിൽ 30 വയസ്സുള്ള ഒരു ആരോഗ്യമുള്ള ഒരു യുവാവിൻ്റെ മനസ്സ് എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്, അതേ ആരോഗ്യത്തിൽ ഈ രണ്ട് ചിന്തകൾക്ക് യുവാവിൻ്റെ ശക്തിയോടുകൂടെ അവിടെ നിലനിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. എത്ര പ്രായമായാലും വീണ്ടും മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ആഗ്രഹം വരികയാണ് ഒരുപാട് കാലം ഇനിയും ജീവിക്കണമെന്ന്. പക്ഷേ നമ്മളൊക്കെ നമ്മുടെ മാതാവിൻ്റെ ഉദരത്തിൽ കഴിയുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ആരായിട്ടാണ് ഈ ലോകത്തോട്ട് ജനിക്കുക? മുസ്ലിമായിട്ടാണോ ജനിക്കുന്നത്, അമുസ്ലിമായിട്ടാണോ ജനിക്കുക? വെളുത്തവനായിട്ടാണോ കറുത്തവനായിട്ടാണോ? ആണായിട്ടാണോ പെണ്ണായിട്ടാണോ? എത്ര കാലം ജീവിക്കും? അവൻ വിജയിയാണോ പരാജിതനാണോ? സൽസ്വഭാവിയാണോ ദുർമാർഗിയാണോ? ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ഗർഭപാത്രത്തിൻ്റെ അകത്ത് നമ്മൾ കഴിയുന്ന കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ അള്ളാഹുവിൻ്റെ ഖലാ അങ്ങനെയാണെങ്കിലും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ തീരുമാനങ്ങൾ മാറ്റാൻ നമുക്ക് സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ രണ്ടാമത് പറഞ്ഞത് ഒരുപാട് കാലം ജീവിക്കണമെന്ന അത്യാഗ്രഹം ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഒരു മനുഷ്യൻ അങ്ങനെ ആഗ്രഹമുണ്ട് എങ്കിൽ അത് സാധിപ്പിച്ചെടുക്കാൻ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ സാധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിൽ 5ഓളം വഴികളുണ്ട്. അതിൽ ഒരു വഴി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയത്, ഒരാൾക്ക് ദീർഘായുസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് സ്വിലത്തുർ റഹിം തസീദു ഫിൽ ഉമരി, കുടുംബ ബന്ധം ചേർക്കലാണ്. അത് ആയുസ്സിൽ വർധനവുണ്ടാക്കുമെന്ന് ഷഫീഉൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തുന്നു. കുടുംബ ബന്ധം ചേർക്കുക. ഒരാൾ കല്യാണം കഴിക്കുന്നതിലൂടെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടുംബക്കാരുമായിട്ട് പുതിയ കുടുംബബന്ധം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ഓരോ കുടുംബങ്ങൾ വന്നു ചേരുമ്പോൾ അവരിൽ നിന്ന് അകൽച്ചയില്ലാതെ നല്ല രീതിയിൽ പരസ്പരം ചേർന്നുകൊണ്ട് മുന്നോട്ട് പോകുക, തെറ്റി നിൽക്കുന്ന ആളുകളെ ഒന്നിച്ച് ചേർക്കുക, അങ്ങനെയുള്ള പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് ദീർഘായുസ് ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ചിലപ്പോൾ ഇത്ര കുറഞ്ഞ വയസ്സായിരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. പക്ഷേ ഈ പുണ്യകർമ്മം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കുറച്ചുകൂടി അള്ളാഹുവിനെ ഇബാദത്തെടുക്കാനുള്ള അവസരം കൂടി ആ മനുഷ്യൻ അല്ലാഹു കൊടുക്കുമെന്നാണ്. അതേ സമയത്ത് കുടുംബബന്ധം മുറിക്കുന്നവനെക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ അമലുകൾ സ്വീകരിക്കപ്പെടില്ല എന്നുള്ളതാണ്. എല്ലാ വ്യാഴാഴ്ച ദിവസവും മലക്കുകളുടെ സാന്നിധ്യത്തിൽ എല്ലാ അടിമകളുടെയും അമലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. പക്ഷേ ഇങ്ങനെയുള്ള പരസ്പരം തെറ്റി നിൽക്കുന്ന കുടുംബബന്ധം മുറിക്കുന്ന ആളുകളുടെ അമല് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക്, അവരുടെ മുഖത്തേക്ക് തന്നെ അത് വലിച്ചെറിഞ്ഞേക്ക് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. 1-ാം ആകാശത്തിൻ്റെ കവാടത്തിൻ്റെ അപ്പുറത്തേക്ക് അത് കടക്കില്ല, അത് ആ മേഘപ്പാളികൾക്കിടയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. മാത്രവുമല്ല, പരലോകത്തെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിക്കുന്നത് 2 വിഭാഗത്തിനാണ്. അതിൽ ഒരു വിഭാഗം ഖാത്തിഉർ റഹിമാൻ, കുടുംബബന്ധം
ചേർക്കാതെ കുടുംബബന്ധം മുറിച്ച ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ നൽകുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ കൂലി നൽകുന്ന വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗം അത് സിലത്തുർ റഹിം, കുടുംബബന്ധം ചേർത്തിയ ആളുകൾക്കാണ്. അതുകൊണ്ട് നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മനുഷ്യനെന്ന് പറയുന്നത് സാമൂഹിക ജീവിയാണ്. പല കാര്യങ്ങൾക്കും പരസ്പരം ബന്ധപ്പെടുകയും സംസാരിക്കുകയും സംഭാഷണങ്ങളൊക്കെ നടത്തുന്നവരുമാണ്. അപ്പോൾ ചില വാക്കുകൾ പറഞ്ഞതിൻ്റെ പേരിൽ, ചില പ്രവൃത്തികൾ ഉണ്ടായതിൻ്റെ പേരിൽ കാലങ്ങളോളം, വർഷങ്ങളോളം, ചിലർ മരിക്കുന്നത് വരെയും മരിച്ചതിന് ശേഷവും തുടരുന്ന ആളുകളുണ്ട്. അങ്ങനെ ഈ ഒരു കുടുംബബന്ധത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാതെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെയാണ് ജീവിക്കുന്നത് എങ്കിൽ ഈ ആയുസ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ആഖിറത്തിലെത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ ഒരു അനുഗ്രഹവും നമുക്ക് ലഭിക്കില്ല. മറിച്ച് അള്ളാഹുവിൻ്റെ കോപത്തിനായിരിക്കും നമ്മൾ പാത്രമാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ വളരെ നിസ്സാരമായ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരസ്പരം തല്ലിപ്പിരിയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഹതഭാഗ്യവാന്മാരെ തൊട്ട് നാം ഇവരെയും കാത്തുരക്ഷിക്കട്ടെ. ഒരുപാട് സുഹൃതങ്ങൾ കൊണ്ട് ജീവിതം ധന്യമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പാതയിലൂടെ സഞ്ചരിക്കുന്ന മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ, ഫായിസീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ നാം ഇവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വ ആഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.